നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് പാരിജാതത്തെയാണ്. വർഷം മുഴുവൻ സുഗന്ധമുള്ള വെള്ളപുഷ്പങ്ങളുണ്ടാകുന്ന ഇത് ഒരു അലങ്കാര വൃക്ഷമാണ്. അമേരിക്കയിലെ ഫ്ലോറിഡയാണ് ഇതിൻ്റെ ജന്മദേശം. വെർബിനേസി കുടുംബത്തിൽപ്പെടുന്ന ചിത്രക്സൈലം സ്പൈനോസം എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. ഇതിനെ ദേവലോക വൃക്ഷമെന്നും അറിയപ്പെടുന്നു. 50 അടിയോളം ഉയരത്തിൽ വളരുന്ന ഒരു നിത്യഹരിത വൃക്ഷമാണിത്. തൂങ്ങിയാടുന്ന ഓറഞ്ച് പഴങ്ങൾ മധുരമുള്ളതും ഭക്ഷ്യയോഗ്യമായതുമാണ്. ഇത് സസ്യമൃഗങ്ങൾക്ക് ഭക്ഷണത്തിനായും തേനീച്ചകൾക്ക് തേനിനും പ്രധാനപ്പെട്ട ഒരു വൃക്ഷമാണ്. ഇതിൻ്റെ തടി സംഗീതോപകരണങ്ങൾ ഉണ്ടാക്കാൻ പ്രധാനമായും ഉപയോഗിക്കുന്നു. ഇതിൻ്റെ ഇലകൾക്ക് 20 സെൻറ്റിമീറ്ററോളം നീളം വരുന്നു. കടും പച്ച നിറത്തിലാണ് ഉണ്ടാവുക. പൊഴിയാറാവുമ്പോൾ മഞ്ഞ കലർന്ന ഓറഞ്ച് നിറത്തിലാണ് ഉണ്ടാകുന്നത്. പൂങ്കുലകൾ 30 സെൻറ്റിമീറ്ററോളം നീളത്തിലാണ് കാണുന്നത്. പൂക്കൾ വെളുപ്പ് നിറമാണ്. പഴങ്ങൾ മഞ്ഞയോ ചുവപ്പോ ഓറഞ്ചോ നിറത്തിലാണ് കാണുന്നത്. പാകമാകുമ്പോൾ അതിന് കറുപ്പ് നിറമാവും. ഇതിൻ്റെ തടി, ഇല എന്നിവയാണ് ഔഷധയോഗ്യമായ ഭാഗങ്ങൾ. കഫക്കെട്ട്, ആസ്മ, വാതരോഗങ്ങൾ, രക്തശുദ്ധി എന്നിവയ്ക്കും ഇത് അത്യുത്തമമായ ഒരു ഔഷധമാണ്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നമ്മളോട് വിവരിക്കുന്നതാണ്. ഈ പാരിജാതം പാട്ടുകളിലൂടെ പ്രസിദ്ധമായൊരു ചെടിയാണ്. പാരിജാതം തിരുമിഴി തുറന്നുള്ള പാട്ടൊക്കെ വളരെ ഫേമസാണ്. വളരെ നല്ലൊരു ചെടിയാണിത്. അത് ഈ ആസ്മയ്ക്കും കഫക്കെട്ടിനും ഇതിൻ്റെ ഇല ഇടിച്ചു പിഴിഞ്ഞ് നീര് തേൻ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം നിൽക്കും. അതുപോലെ ഇതുകൊണ്ട് കഷായം വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഈ വാതരോഗത്തിന് ശമനം കിട്ടും. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം ഈ രക്തശുദ്ധി ഉണ്ടാക്കും പാരിജാതം. അതായത് അതിൽ നിന്നുള്ള ഈ കാതിലത്ത് കഷായം വെച്ച് ചെടിയെടുത്ത് കഷായം വെച്ച് ദിവസേന കഴിച്ചു കഴിഞ്ഞാൽ രക്തശുദ്ധി ഉണ്ടാകും. അതുകൊണ്ട് ശരീരത്തിലുണ്ടാകുന്ന ഈ നിറം കുറച്ച് കൂട്ടും. അതാണ് ഈ പാരിജാതത്തിൻ്റെ ഗുണങ്ങൾ. പിന്നെ ഈ പാരിജാതത്തിൻ്റെ വേറൊരു ഗുണം, ഇത് അരോമാ തെറാപ്പിയിൽ യൂസ് ചെയ്യുന്നത്. ഈ ദേവന്മാർ ചൂടുന്ന വൃക്ഷമാണ് പാരിജാതം. കാരണം ദേവവൃക്ഷമായിട്ട് അതിനെ കണക്കാക്കാം. സ്വർഗത്തിലെ പൂവാണ്. അപ്പോൾ ഈ ദേവന്മാർക്ക് തലയിൽ ചൂടാനും ദേവിമാർക്ക് തലയിൽ ചൂടാനും പറ്റിയ ഔഷധമായിട്ടുള്ള ഒരു ചെടിയാണ്. അതിൻ്റെ ഒരു അരോമാ തെറാപ്പി, അതിൻ്റെ ഒരു ഗുണം, ആ പൂവിൻ്റെ ഗന്ധമേറ്റാൽ തന്നെ ഈ സ്ട്രെസ് ഒഴിവാക്കും, ടെൻഷൻ ഒഴിവാകും. അപ്പോൾ അതുകൊണ്ട് അത് ഈ അതിൻ്റെ ഒരു അത്ഭുത ഉപയോഗം, പാരിജാത പൂവ് ഉണക്കിപ്പൊടിച്ച് ഈ വെണ്ണയിൽ ചേർത്തിട്ട് ഈ മുഖത്ത് ഫേസ് പാക്കായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുഖം നല്ല മൃദുത്വമാവും, നല്ല ലെസ്ചർ ഉണ്ടാവും.